ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. തേങ്ങാപ്പാലും മാമ്പഴവും കൊണ്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കുന്ന ഡ്രിങ്കാണിത്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുതിർന്ന് പൊന്തി വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കുതിരാൻ വെക്കാം. ഇനി അതിലേക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കുന്നത്. അത് ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താണ്. ഇനി അതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റണം, അതാണ് നല്ലത്. പിന്നെ വേണ്ടത് ചെറുതായി കട്ട് ചെയ്ത പഴുത്ത മാങ്ങയാണ്. നന്നായി പഴുത്ത മാങ്ങ പറ്റില്ല, കുറച്ചൊരു മീഡിയം പഴുപ്പുള്ള മാങ്ങയായിരിക്കണം. അത് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ആണ് എടുത്തത്. പിന്നെ വേണ്ടത് കോക്കനട്ട് വാട്ടറാണ്. അതൊരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ തേങ്ങാപ്പാലിലോട്ട് തേങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ചെയ്ത് നോക്കിയപ്പോൾ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് സെർവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല ഡ്രിങ്കാണിത്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ സെർവ് ചെയ്യാം. കുറച്ചുകൂടി തണുപ്പിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേങ്ങാപ്പാലും മാങ്ങയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മാംഗോ കോക്കനട്ട് ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.